അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചട്ടിയിൽ കുറച്ച് മാത്രമേ കരിമഞ്ഞൾ നട്ടിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ പറമ്പിൽ നട്ട് ഇലയുടെ നടുവിൽ കൂടി ഡാർക്ക് കളറിലെ ഒരു ബ്രൗൺ കളറിലെ ഒരു നിറമുണ്ട്. അതാണ് കരിമഞ്ഞളിനെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കളറെന്ന് പറയുന്നത്. ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് കരിമഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്ന രീതി തന്നെയാണ് കരിമഞ്ഞളിനും. കരിമഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങൾ കാരണം സോറിയാസിസ് പോലുള്ള ചർമ്മരോഗങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ 30-ലധികം ഔഷധങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കരിമഞ്ഞൾ. അതേപോലെ തന്നെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. കരിമഞ്ഞൾ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഭാഗ്യം വരുമെന്നൊരു വിശ്വാസം കൂടി ചില സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ ഇത് നട്ടുപിടിപ്പിക്കാറുണ്ട്. കരിമഞ്ഞൾ മുറിച്ച് കഴിഞ്ഞാൽ നീല കളറായിരിക്കും എന്നുള്ളതാണ് ഇത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി. കിലോയ്ക്ക് 4000 രൂപ വരെ വില വരും എന്നാണ് നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ അറിയാൻ കഴിഞ്ഞത്. കരിമഞ്ഞൾ മാത്രമല്ല കസ്തൂരി മഞ്ഞളും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. കസ്തൂരി മഞ്ഞളുടെ ഉള്ളിലെന്ന് പറയുന്നത് ക്രീം നിറമാണ്. കസ്തൂരി മഞ്ഞൾ ഉണങ്ങിയതുകൊണ്ട് അതേപോലെ തന്നെ വിത്തായിട്ടുമുണ്ട്, ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.